എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജന ആണെങ്കിൽ ചാനൽ ഒന്ന് സബ് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ജ്യോതിഷപരമായ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓൺലൈൻ വഴി ഭക്തജനങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഒപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വാസ്തു സംബന്ധമായ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ വീടുകളിൽ വന്ന് വാസ്തു നോക്കുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മളെല്ലാവരും ഹോട്ടൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ഭക്തജനങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഹോട്ടൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ഭക്തജനങ്ങൾ, ഇല്ലെങ്കിൽ ഹോട്ടലിൽ വ്യാപാരമില്ല, ഇല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്ന, അതായത് എത്ര ഫുഡ് കരുതി വെച്ചാലും എന്താ പറയുക, അവിടെ ഫുഡൊന്നും ചിലവാകുന്നില്ല. ഇല്ലെങ്കിൽ ഹോട്ടൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാണെങ്കിൽ സ്റ്റാഫുകൾ ഉണ്ടാകുമല്ലോ, ആ സ്റ്റാഫുകൾ പരസ്പരം തമ്മിൽ വഴക്കുണ്ടാകുക, ഇല്ലെങ്കിൽ ഒരു ഐക്യത ഉണ്ടാകുക, നല്ല രീതിയിൽ ഫുഡ് വെച്ചിട്ടും അവിടെ ആൾക്കാർ കയറുന്നില്ല. ഉച്ചയ്ക്ക് ഊണുണ്ടെങ്കിൽ ഊണ് ഓരോ ദിവസം ചെല്ലുമ്പോൾ കുറഞ്ഞു പോകുന്നു. അതായത് അന്ന് ഉണ്ടാക്കുന്ന ഫുഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ നഷ്ടങ്ങൾ വരുന്നു. നഷ്ടങ്ങൾ എന്ന് വെച്ചാൽ അവിടെ വരുന്ന കസ്റ്റമർ ഫുഡ് കഴിക്കുന്നില്ല, ഇല്ലെങ്കിൽ ആ കട ആൾ കയറുന്നില്ല. ബാക്കിയുള്ള കടയിലൊക്കെ നല്ല തിരക്കും കാര്യം. നമ്മൾ എത്ര നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കിയാലും, എത്ര വില കുറച്ച് ഫുഡ് വരുന്ന കസ്റ്റമർക്ക് കൊടുത്താലും നമുക്ക് ഹോട്ടലിൽ പുരോഗതികൾ വന്നു. അപ്പോൾ ഹോട്ടൽ മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ, സ്വന്തമായിട്ട് ഹോട്ടൽ നടത്തുന്നവർക്ക് പ്രയോജനപരമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ഹോട്ടൽ എടുത്ത്, ഇല്ലെങ്കിൽ ഒരു കെട്ടിടം എടുത്ത്, അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ വിധിപ്രകാരം, അതായത് ഓരോ സ്ഥാനത്തിന് ഇപ്പോൾ കൗണ്ടർ ഇരിക്കുന്ന സ്ഥലം അത് കറക്റ്റ് ഇല്ലെങ്കിൽ അവിടെ സാമ്പത്തിക നഷ്ടം ഉണ്ടാകും. ഒപ്പം തന്നെ ഹോട്ടലിലൊക്കെ നടത്തുന്നവരുണ്ടെങ്കിൽ അടുക്കളയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അടുക്കള, അതായത് ഒരു വാസ്തു അറിയാവുന്ന ഒരു വ്യക്തിയെ കൊണ്ട് സ്ഥാനനിർണയങ്ങൾ നോക്കി വേണം അത് ആ ഒരു കാര്യം നടപ്പിക്കാൻ. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറയട്ടെ, ചിലയിടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ, അതായത് അവിടെ ശരിക്കും പറഞ്ഞാൽ ധനമൂലയാണ്, കന്നിമൂല എന്ന് പറയാറുണ്ട്. അപ്പോൾ അവിടെ കൗണ്ടർ ഇടാതെ അവിടെ ചിലവർ അടുക്കളയാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന ഹോട്ടലൊക്കെ ഉണ്ടെങ്കിൽ വളരെ കുറച്ച് നാൾ കൊണ്ട് തന്നെ അത് പൂട്ടിപ്പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. പൂട്ടിപ്പോകുന്നത് മെയിൻ കാരണം കന്നിക്കോണിൽ അടുക്കള വരുമ്പോഴത്തേക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഹോട്ടലുകളിലേക്ക് പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു അല്ലേ. അപ്പോൾ ഇതുകൊണ്ട് പല അവർക്ക് വിജയത്തിലേക്കൊക്കെ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഹോട്ടലിൽ ഉള്ള ആൾക്കാർക്ക് സാമ്പത്തികം കൊടുക്കാൻ പറ്റുന്നില്ല, കടങ്ങൾ പെരുകുന്നു. അപ്പോൾ നമ്മളൊരു ബിസിനസ് തുടങ്ങും, പല വ്യക്തികളിൽ നിന്നും പൈസ മേടിച്ചിട്ടായിരിക്കും നമ്മൾ കടം തുടങ്ങും. അപ്പോൾ നമുക്ക് അവത്തിൽ ലാഭമില്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരു വാസ്തു അറിയാവുന്ന ഒരു വ്യക്തിയെ കൊണ്ട് ഹോട്ടൽ അതായത് മേടിക്കുന്ന കട്ടകൾ സ്ഥാനം നോക്കി നല്ലപോലെ ചെയ്യുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഫുഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന പാചകക്കാരെ വെക്കുക. ഒപ്പം തന്നെ നമുക്ക് ദോഷവശങ്ങൾ, അതായത് നമുക്ക് വശീകരണത്തിലൂടെ നമുക്ക് ആൾക്കാരെ ഹോട്ടലിലേക്ക് കയറ്റാം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അശ്വാരൂഢ മന്ത്രം കൊണ്ട്. ഇപ്പോൾ ഒരു ഹോട്ടൽ തീരെ കച്ചവടം ഇല്ലെങ്കിൽ ആ നല്ല രീതിയിൽ പോകുന്ന ഒരു ഹോട്ടലാണ്. കാരണം ഹോട്ടലിൽ പോകുമ്പോഴത്തേക്ക് ഏറ്റവും അത്യാവശ്യം അവിടുത്തെ വൃത്തിയാണ് അല്ലേ. മറ്റുള്ള നിയമപരങ്ങളായിട്ടെല്ലാം പോകും. അപ്പോൾ വൃത്തിയുള്ള അന്തരീക്ഷത്തിലായിരിക്കും എല്ലാ ആൾക്കാരും ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ കൂടുതൽ ഓരോരോ കാര്യം വിശദീകരിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളും ആ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമുക്ക് ഹോട്ടലുകളിൽ വ്യാപാരം കൂട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിപാടാണ് അശ്വാരൂഢ മന്ത്രാർച്ചന. അതായത് അടുത്തിരിക്കുന്ന ദുർഗാദേവി ക്ഷേത്രത്തിൽ താമര കൊണ്ട് 108 താമര മേടിക്കുക. ഓരോ താമരയ്ക്ക് പലയിടത്ത് പല റേറ്റ് ആയിരിക്കും. ഞങ്ങളുടെ ഇവിടെ ചിലപ്പോൾ ആലപ്പുഴ ജില്ലയിൽ 20ഉം 25ഉം മാറി വരുന്നൊരു ഇതുണ്ട്, 30 രൂപ വരെ നടന്ന ഇതുണ്ട്. അപ്പം 108 താമര മേടിച്ച് അശ്വാരൂഢ മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. അപ്പം ഈ ഹോട്ടൽ ആരുടെ പേർക്കാണ്, ആ വ്യക്തിയുടെ പേർക്കും ഹോട്ടലിൻ്റെ പേരും വെച്ചിട്ടാണ് അശ്വാരൂഢ മന്ത്രാർച്ചന ചെയ്യുന്നത്. അതപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സമ്പത്തിൽ ലാഭവും, ഒപ്പം തന്നെ തടസ്സങ്ങൾ നീങ്ങി ആ ഹോട്ടൽ നല്ല പുരോഗതിയിൽ തന്നെ പോകാനും നമുക്കൊരു ഗുണകരമാകുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒപ്പം തന്നെ ഹോട്ടലിൽ എത്ര സ്റ്റാഫുകളുണ്ട്, ആ സ്റ്റാഫുകളൊക്കെ ഐക്യമത്യത്തിലൂടെ പോകാനും നമ്മുടെ കാര്യങ്ങൾ സ്പീഡപ്പ് ചെയ്യാനും കൃഷ്ണക്ഷേത്രത്തിൽ പോയി സുദർശന മന്ത്ര അർച്ചന ഹോട്ടലിൻ്റെ പേരിൽ നടക്കുന്നത് വളരെയധികം ഉത്തമമാണ്. ഒപ്പം തന്നെ ഹോട്ടലിൽ ത്രിപുരസുന്ദരി മന്ത്രാർച്ചന, ത്രിപുരസുന്ദരിയും കൊണ്ടുള്ള യന്ത്രങ്ങൾ, ഒപ്പം തന്നെ അശ്വാരൂഢ മന്ത്രം കൊണ്ടുള്ള യന്ത്രങ്ങൾ ഹോട്ടലിൽ വെക്കുന്ന വളരെയധികം ഉത്തമമായിരിക്കും. ഒപ്പം തന്നെ ഹോട്ടൽ ജീവനക്കാരാണെങ്കിൽ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു സൂക്തം ചെയ്തു തരാം. അതിന് ഫോണിലൊന്ന് ബന്ധപ്പെട്ട് വരാം. അപ്പം നമ്മൾ സൂക്തം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ,
ഒരു വശീകരണ സൂക്തമുണ്ട്. അപ്പോൾ ആ സൂക്തം ചെയ്യുമ്പോഴത്തേക്ക് നിലവിൽ സാമ്പത്തിക നഷ്ടങ്ങൾ ഹോട്ടലിന് വരാതിരിക്കാനും നമ്മൾ രാവിലെ വെക്കുന്ന ഫുഡുകളൊക്കെ നമുക്ക് തീരാനും വീണ്ടും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ വീണ്ടും നമ്മുടെ കടയിൽ വരാനും ഒക്കെ വേണ്ടി ഒരു വശത്തിനാണ് നമ്മൾ ഈ സൂക്തം ചെയ്യുന്നത്. അപ്പോൾ ഹോട്ടൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് ഒരിക്കലും തകർച്ച ഉണ്ടാകത്തില്ല. നമ്മൾ കടം മേടിച്ചായിരിക്കും ഈ പല പല ബിസിനസ്സും തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് കടബാധ്യതകളൊക്കെ വരുന്ന സമ്പത്തുകൊണ്ട് കടങ്ങളൊക്കെ ഒതുങ്ങി നമുക്ക് ഹോട്ടൽ നല്ല വിജയത്തിലേക്ക് തന്നെ പോകാൻ സാധിക്കും. ഒപ്പം തന്നെ ആ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി, അതായത് കഴിക്കുന്ന ഫുഡ് ഒപ്പം തന്നെ നല്ല രീതിയിൽ തന്നെ തയ്യാറാക്കുമ്പോൾ തന്നെ ചില ഒത്തിരി ഹോട്ടലുകൾ പരാജയത്തിലേക്ക് പോകുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും നിയമപ്രകാരം തന്നെയൊക്കെ ചെയ്യുക. ഒപ്പം തന്നെ ഈശ്വരാനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഹോട്ടൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഈ ഒരു പറയുന്ന കാര്യങ്ങൾ, അതായത് അടുത്തുള്ള ദുർഗാദേവി ക്ഷേത്രത്തിൽ താമര കൊണ്ട് അശ്വാരൂഢം നടത്തുമ്പോൾ ഹോട്ടലിൻ്റെ ഭക്ഷ്യം സാമ്പത്തിക നഷ്ടങ്ങളും ദോഷങ്ങളും, അതായത് ആഭിചാര ദോഷങ്ങളും ശത്രുദോഷങ്ങളും മറ്റെല്ലാ ദോഷങ്ങളും ഹോട്ടലിനെ ബാധിക്കാതെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. ഒപ്പം അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ ഐക്യമത്യത്തോടു കൂടിയും ആ ഹോട്ടൽ നടത്തുന്ന ഉടമസ്ഥന് നല്ല വരുമാനത്തോടുകൂടിയും ഹോട്ടൽ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള സൂക്തത്തിന് ചെയ്യുന്ന ആവശ്യമുള്ള ഭക്തജനങ്ങൾ എന്നെ വിളിക്കും, ഞാൻ ആ സൂക്തം ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ നമ്പർ ഇതിപ്പോൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ്. നമസ്കാരം.